അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ദീലു ഇല്ല കേട്ടോ. അതായത് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ദീലു പോയിട്ടോ, ഓളൊപ്പം വന്ന് ഓളെ കൂട്ടിക്കൊണ്ട് പോയി. ആദ്യമേ പറഞ്ഞതാണ് സ്കൂൾ കട്ട് ചെയ്യൂല, സ്കൂൾ തുറക്കല്ലേ, കുറച്ച് ദിവസം ലീവായിരുന്നല്ലോ. അപ്പോൾ ദീലുവിനെ ഓളൊപ്പം വിളിച്ചുകൊണ്ട് പോയി രാവിലെ തന്നെ. പിന്നെ പൊതുവേ സ്കൂൾ അങ്ങനെ കട്ട് ചെയ്യാത്ത കുട്ടികൾ തന്നെ കേട്ടോ, ജാസി ആയാലും ദീലു ആയാലും. ഇത് പിന്നെ ഇവിടെ നിന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം അവിടെ എൻ്റെ കൂടെ ഇമ്മൻ്റെ കൂടി നിൽക്കാൻ. അപ്പോൾ വിചാരിച്ചു ഫ്രൈഡേ അല്ലേ, അന്ന് അത്രയും ലീവാക്കാത്ത അതാ അവളൊപ്പം വരെ ചോദിക്കുന്നത്. ഈ ഒരു പനി വരെ വന്നാൽ വരെ ലീവാക്കാത്ത ഈ എന്തിനാ ഇപ്പം ലീവ് വേണമെന്നൊക്കെ പറഞ്ഞാൽ കുറേ രാത്രി വിളിച്ചു കിട്ടും. പക്ഷേ അവളൊപ്പം വന്ന് കൊണ്ടുപോയി. പിന്നെ നല്ലതല്ല, പഠിക്കുന്ന മക്കളൊക്കെ ആകുമ്പോൾ ഓരോ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഒരുപാട് എഴുതാനുണ്ടാവും. ഞാനും ഒപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ലീവ് കിട്ടാനാണ് ഇഷ്ടം. ഞങ്ങൾ അപ്പോൾ തന്നെ മനസ്സിലാക്കല്ലോ എത്രമാത്രം പഠിപ്പുണ്ടെന്ന്. ഞാൻ വെറുതെ പറയാനിട്ടുള്ളത് തന്നെ പറഞ്ഞത്. നല്ല മക്കളായിട്ട് തന്നെ പഠിച്ചവന് അമ്മൂന് മക്കളെയും എല്ലാവരും മക്കളെയും നല്ലപോലെ തന്നെ അള്ളാഹു എന്താ പറയുക ആക്കി തരട്ടെ. പിന്നെ നമ്മൾ ഓരോ പ്രതീക്ഷ വെക്കൂലേ, പിന്നെ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ അടുത്താണ്. പ്രതീക്ഷയ്ക്ക് ഒത്തിട്ടല്ലല്ലോ ജീവിതം. നമ്മളൊന്ന് കാണുന്നു, പഠിച്ചവർക്ക് വേറെ തരുന്നു, അങ്ങനെയാണല്ലോ ജീവിതം. അടുത്ത നിമിഷം എന്തെന്ന് പോലും നമുക്കറിയില്ല. എന്നാലും നമ്മൾ വിചാരിക്കും, നമ്മളെ എല്ലാവരും പ്രാർത്ഥന പോലെ തന്നെ എല്ലാവരും മനസ്സിലും അങ്ങനെ തന്നെയാണല്ലോ. അവനവൻ്റെ മക്കളായാലും ആരായാലും മറ്റുള്ളവർ നശിച്ചു പോകരുതെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കരുത്. അത് വലിയ തെറ്റാണെന്ന് നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ വന്ന ടോപ്പിക്ക് അതല്ല, നിന്ന് പറയാൻ വന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീടൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ. ഒരു 3 സെൻറ്റിൽ ഒരു കുഞ്ഞു വീടാണ്. അത് ഞാൻ ഇന്നലെ ദിലു അങ്ങനെ എടുത്തു തന്നപ്പോൾ ദിലു വരാൻ വെയിറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഹോം ടൂർ വീഡിയോ എടുക്കാറ്. കാരണം ഞാൻ അതുവഴിയൊക്കെ പോയി എനിക്ക് എടുക്കാം, പക്ഷെ നിങ്ങൾ കണ്ടില്ലേ ആ വഴിയിൽ അവിടെ വെള്ളവും കാര്യങ്ങളും. അപ്പോൾ ഞാൻ വീൽ ചെയറായിട്ട് ഞാൻ പുറത്തിറങ്ങലില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തിറങ്ങാത്തത്. അവിടെ വരെ വേണ്ട കേട്ടോ എനിക്ക് ഓട്ടോ കയറാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു 4 ഫുട്ട് വഴി, അവിടെ മതി. അവിടെ പോയി നിന്നാലാണ് ഞാൻ ഓട്ടോ കയറാം. അങ്ങോട്ടൊക്കെ ഒന്നും പോകലില്ല, മെയിൻ റോഡിലേക്കൊക്കെ പോകലുണ്ട്. വെയിലൊക്കെ അരച്ച് അവിടെ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ എടുത്ത് കഴിഞ്ഞ എൻ്റെ ചാനലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉമ്മ എന്താ പറയുക വണ്ടി കഴുകാതെ വീട്ടിൽ കയറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കൊടുത്ത് ഞാൻ അങ്ങനെ പോകലില്ല. അതാണ് ഇപ്പോൾ ദിലുവിനെ പറഞ്ഞു വെച്ചത്. എന്നിട്ട് തന്നെ അവൾക്ക് ബൗബൗ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൾ അങ്ങോട്ട് പോകാത്തത്, ഇവിടുത്തെ വഴി മാത്രമാക്കി മാറ്റിയത്. പിന്നെ ഇപ്പോഴും ഞാൻ എൻ്റെ സബിലോട്ട് വന്നിട്ടില്ല. എന്നോട് എൻ്റെ കഴിഞ്ഞ ചാനലൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ, ബസ്സിൽ കയറാൻ പറ്റുമോ, ബൈക്കിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ. ആരും കുറ്റം പറയില്ല കേട്ടോ, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടായിരിക്കും. പലരും ജനം പല വിധമല്ലേ, ബഹുജനം പല വിധം, അങ്ങനെയാണല്ലേ. അപ്പോൾ എന്താ പറയുക, ബസ്സിൽ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പൊക്കെ എൻ്റെ കുഞ്ഞുനാളിൽ എടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കയറിയിട്ടുണ്ട്. അത് എനിക്ക് ഓർമ്മയുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് കാലിപ്പറി ഇടാൻ വേണ്ടിയിട്ട് എത്രയോ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കുഞ്ഞാട്ടോ, വലിയ ഓർമ്മ ഒന്നും ഇല്ല, എന്നാലും എനിക്ക് ചെറിയ ഓർമ്മ ഉണ്ട്. വലിയ കുട്ടിയൊന്നുമല്ല. കാലിപ്പറ് മനസ്സിലാവാത്തവർക്ക് പറയാം, കമ്പി ഷൂ ഉണ്ടല്ലോ അത് ആയിട്ടിട്ട് ഞാൻ PMR മെഡിക്കൽ കോളേജ് PMR ചിലർക്ക് മനസ്സിലാവും, കുട്ടികളുടെ ആ ഒരു ഇതാണ്. അപ്പോൾ അവിടെ ഞാൻ കുറേ പോയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ സംഭവം മാത്രം ഈ കാലിപ്പറ് ഉണ്ടാക്കുക, അവിടെ വെച്ചിട്ട് നടത്തിക്കുക അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കയറിയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഞാൻ കയറിയിട്ടുണ്ട്. എൻ്റെ പാത്രം വെച്ച് പറയുന്നത് ഓരിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട്, ഉപ്പ എടുത്ത് കയറിയിട്ടുണ്ട്, ഉമ്മ എടുത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ അന്ന് സൈക്കിളായിരുന്നു. അപ്പോൾ സൈക്കിളിൽ കുറേ പോയിട്ടുണ്ട്. ഈ 2 മാസത്തെ വെക്കേഷൻ ഉപ്പ സൈക്കിളായിട്ടോ വരിക. അതായത് ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പയും ജീവിക്കുന്ന ആ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ കുറേ ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നും കഴിഞ്ഞാൽ ഉപ്പ പിന്നെ ബൈക്ക് എടുത്തു. ബൈക്ക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ. അപ്പോൾ ആക്റ്റീവ എടുത്താൽ പിന്നെ പറയും വേണ്ട, അതിലും ഞാൻ കയറിയിട്ടുണ്ട്. കയറാനൊക്കെ പറ്റുള്ളൂ, അൽഹംദുലില്ലാ എനിക്ക് കയറാനൊക്കെ പറ്റും. ഉപ്പാൻ്റെ ബാക്കിൽ ഞാനിരിക്കും. എന്നിട്ട് ഞാനും ഉപ്പയൊക്കെ ഒത്തിരി സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ഉമ്മ ഇരിക്കും കേട്ടോ, ഉമ്മ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടൗവല് പോലെ നടുക്കിയിരിക്കും. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇമ്മൻ്റെ 2 ആങ്ങളമാർക്ക് കാറാണ്. അപ്പോൾ
കാറിൽ മതിയായി എനിക്ക്. ഞാൻ അഹങ്കാരമൊന്നും പറയില്ല കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ, അതായത് മാമന്മാരെ കൂടെ ആണല്ലോ ഞാൻ ജീവിച്ചത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാറിലൊക്കെ പോയിട്ട് എനിക്കതോ കാറിനോട് ഭയങ്കര താല്പര്യമില്ല ഇപ്പോൾ. അപ്പോഴേ അമ്മ ഇങ്ങനെ പറയും കേട്ടോ, കാറല്ല നല്ലത്, കാറല്ല നല്ലത്. അമ്മക്കും ഇഷ്ടമല്ല. അമ്മ പറയും ഓട്ടോറിക്ഷയാണ് നല്ലത്, ഓട്ടോറിക്ഷയാണ്. അപ്പം ഞാൻ ചോദിക്കും, ഓട്ടോറിക്ഷയിൽ ഞാൻ അങ്ങനെ കയറിയിട്ടില്ലല്ലോ എന്നൊക്കെ. അതും കയറി. എങ്ങനെ അറിയും, ഇപ്പം 3 വർഷമായിട്ട് ഓട്ടോറിക്ഷനെ, അതായത് അഫി വേറെ താമസിച്ചിട്ട് 3 വർഷമായി. അപ്പോൾ ഞങ്ങൾ അറിയാലോ, ഞാൻ സ്ഥിരം വിളിക്കുന്ന അവനുണ്ടല്ലോ, അപ്പോൾ അവൻ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രശ്നമില്ല. എനിക്ക് എന്താ പറയുക, കാറിലിരുന്നിട്ട് ഈ ബാക്കിലിരുന്നിട്ട് തല ചുറ്റുന്ന പോലെ തോന്നും ചില സമയത്ത് കേട്ടോ. എന്നാൽ ഫ്രണ്ടിലിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഒരു ദിവസം മാമൻ്റെ കൂടെ ഞാൻ ഫ്രണ്ടിലിരുന്ന് പോയിട്ടോ, മാമ പറഞ്ഞു കസിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ നമുക്ക് പോകാമെന്ന്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഇഷ്ടമായില്ല എന്നല്ല, എന്നാലും ഞാൻ കാറിൽ കൂടുതൽ കയറിയത് കൊണ്ടാവാം കാറിനോട് വലിയൊരു ക്രേസ് ഇല്ല. ഫ്രണ്ടിലിരുന്നാലൊക്കെ. പിന്നെ ഇഷ്ടം എനിക്ക് ബൈക്കും ഓട്ടോറിക്ഷയും. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കയറാൻ ആഗ്രഹിക്കുന്ന, അതാണ് എൻ്റെ മെയിൻ കണ്ടൻ്റായിട്ട് ഞാൻ വന്നത്. ഞാൻ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനമുണ്ട് കേട്ടോ, ഫ്ലൈറ്റ്. എനിക്ക് പേടിയുണ്ട്, അതുപോലെ തന്നെ നല്ല ആഗ്രഹമുണ്ട്. അതേപോലെ ഷിപ്പിൽ കയറാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എൻ്റെ ഫ്രണ്ട് കയറിയപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലുള്ള ഒരാൾ കയറിട്ടോ, ഉള്ള കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഞാനൊന്ന് ഹൗസ് ബോട്ട് കയറിയാലോ, കയറുമെന്നൊന്നും പഠിച്ച റബ്ബിനറിയാം. പക്ഷെ അതിക്കും മേലെ ഒരാഗ്രഹം എനിക്ക് ഫ്ലൈറ്റ് കയറാനാണ്. ഇൻഷാ അല്ലാഹ് ഒരു ഉംറയൊക്കെ ചെയ്യണം. ഇപ്പോഴും നല്ല മനസ്സിലാഗ്രഹമാണ്, അള്ളാഹു എത്തിച്ചു തരട്ടെ. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൽ കയറാണല്ലോ. എന്നെപ്പോലുള്ള കുറേ ആൾക്കാർ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് എന്തോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരിതുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് കയറാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുക ഒന്നും കഴിയില്ല, നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാത്തിനും പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹം വേണം. അപ്പോൾ പഠിച്ചോൻ എത്തിച്ചു തരട്ടെ. അപ്പോൾ എനിക്ക് നല്ലൊരാഗ്രഹമാണ് ഫ്ലൈറ്റ് യാത്ര. എവിടെ എന്തൊന്നുമില്ല, എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ പോവുകയാണെങ്കിൽ ഫ്ലൈറ്റ് കയറുകയാണെങ്കിൽ മനസ്സിലൊരു ആഗ്രഹമാണ് ഉംറ ചെയ്യണമെന്ന്. അപ്പോൾ ഉംറ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയില്ല. എൻ്റെ ഒരു ഇതാട്ടോ, നമ്മൾ ആ ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ രീതിയിൽ നടക്കണം. അങ്ങനെ ഞാൻ പോയിട്ട് ഞാൻ വീഡിയോ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ നിക്കാഹിലായിരിക്കും ഗൈസ്. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ കാണുന്ന ഹെയറും കാര്യങ്ങളൊന്നും എൻ്റെത് കാണില്ല. നിക്കാഹ് ഇട്ടിട്ട് വീഡിയോ എത്രയോ ആൾക്കാർ ചെയ്യുന്നില്ലേ, അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താ പറയുക, അങ്ങനത്തെ വലിയ തെറ്റൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാലും മനുഷ്യരല്ലേ, തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ലല്ലോ. എന്നാലും പഠിച്ച റബ്ബ് നമ്മളെല്ലാവരും തെറ്റും പുറത്ത് തരട്ടെ. അപ്പോൾ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങളോട് പറയണമെന്നുണ്ട്. ഞാൻ കയറാത്ത വാഹനമാണ് ബൈക്ക്, കാറ്, ഓട്ടോറിക്ഷ ഒക്കെ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷിപ്പ് കയറണമെന്നുണ്ട്. അതേപോലെ തന്നെ അതിക്കും മേലെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഫ്ലൈറ്റ് കയറാൻ. അപ്പോൾ എന്താ ചിലർ വിചാരിക്കും ഇത് വല്ലാത്തൊരാഗ്രഹമാണല്ലോ എന്ന്. ദുരാഗ്രഹമായിട്ടൊന്നും ആർക്കും തോന്നരുത്, അത്യാഗ്രഹമായിട്ടും തോന്നരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരിത്, ഞാൻ എൻ്റെ ഫാമിലിയാണ് നിങ്ങൾ. അപ്പോൾ എനിക്ക് പറയാമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് ദിലുവിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണല്ലോ അല്ലേ, പോയി കഴിഞ്ഞാൽ. അപ്പോൾ എന്താ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.